പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മണക്കമാസത്തിലെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മണക്കമാസത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസത്തിൻ്റെ വൻ കൃപയാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭാ സമൂഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ മധ്യസ്ഥനും കുടുംബങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ തൊഴിലിടങ്ങളിലെ തടസ്സങ്ങൾ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിലിടങ്ങളിലെ സകല തടസ്സങ്ങളെയും വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന അനേകരുടെ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികളും കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കണമെന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ പറയാം: അധ്വാനിച്ചിട്ടും ക്ലേശിച്ചിട്ടും ദാരിദ്ര്യം തീരാത്തവർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ്? അധ്വാനിച്ചിട്ടും തൊഴിൽ ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ടും എൻ്റെ ക്ലേശം തീരുന്നില്ല. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് എൻ്റെ തൊഴിലിനെ അനുഗ്രഹിക്കണേ, എൻ്റെ വരുമാന മാർഗത്തെ വർദ്ധിപ്പിച്ചു തരണേ, എൻ്റെ കയ്യിൽ വരുന്ന സമ്പത്തിനെ അത് ഞാൻ വിവേകപൂർവ്വം എനിക്കത് ഉപയോഗിക്കാനുള്ള അഭിഷേകം തരണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, എല്ലാവരും അധ്വാനിച്ചിട്ടും ക്ലേശിച്ചിട്ടും ദാരിദ്ര്യം തീരുന്നില്ല. ദാരിദ്ര്യമല്ല, അനുഗ്രഹമാക്കി മാറ്റുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെ, ഞങ്ങളുടെ തൊഴിലിടങ്ങളെ ഈശോയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവ് ഈശോ വഴി ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ച് വാങ്ങിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.